തേർഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഓംസ് ലോ. ജർമ്മൻ ഫിസിസ്റ്റ് ആയിരുന്ന ജോർജ് സൈമൺ ഓം ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ടും ആ കണ്ടക്ടറിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഒരു റിലേഷൻ രൂപീകരിച്ചു. അതാണ് ഓംസ് ലോ. ഓംസ് ലോ ഗിവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ current passing through a conductor and potential difference between its ends. ഫണ്ടമെന്റൽ ലോ ഇൻ ഇലക്ട്രിസിറ്റി എന്നും ബേസിക് ലോ ഇൻ ഇലക്ട്രിസിറ്റി എന്നും ഓംസ് ലോ അറിയപ്പെടുന്നു. ഇനി ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഓംസ് ലോ states that at constant temperature the current flowing through a conductor is directly proportional to the potential difference between its ends. ഒരു നിശ്ചിത ഊഷ്മാവിൽ ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട് അതിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നേർ അനുപാതത്തിലായിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് എൻഡ്സ്. കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട് അതിൻ്റെ എൻഡ്സിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഓംസ് ലോ പറയുന്നത്. If I is the current flowing through a conductor and V is the potential difference applied between its ends, ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട് I ആയിട്ടും ആ കണ്ടക്ടറിൻ്റെ എൻഡ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്താൽ അക്കോർഡിംഗ് ടു ഓംസ് ലോ I proportional to V, current proportional to potential difference. ഓ നമുക്ക് ഇങ്ങനെ എഴുതാം, V proportional to I. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. V is equal to R into I. ഓ V is equal to I into R, where R is a constant called resistance of the conductor. V is equal to I into R നമുക്ക് റിലേഷൻ ലഭിച്ചു. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷനാണ്. ഈ റിലേഷൻ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഒരു റിലേഷൻ തന്നിരിക്കുന്നു. അതായത് ഓംസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ കറണ്ടും വൈ ആക്സിസിൽ വോൾട്ടേജും. ഇനി ഗ്രാഫിന്റെ ഷേപ്പ് ഒന്ന് നോക്കാം. ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ കറണ്ട് വോൾട്ടേജ് ഗ്രാഫ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓംസ് ലോയിലെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ സൂചിപ്പിക്കുന്ന ഗ്രാഫാണിത്. ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഇനി ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഗ്രാഫിന്റെ സ്ലോപ്പ് ബി സി ബൈ എ ബി. ബി സി എന്ന് പറയുന്നത് വോൾട്ടേജിനെ സൂചിപ്പിക്കുന്നു, എ ബി എന്ന് പറയുന്നത് കറണ്ടിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ബി സി ബൈ എ ബി ഇസ് ഈക്വൽ ടു വി ബൈ ഐ ഇസ് ഈക്വൽ ടു ആർ. വി ബൈ ഐ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് കറണ്ട് വോൾട്ടേജ് ഗ്രാഫിന്റെ സ്ലോപ്പ് റെസിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. കറണ്ട് വോൾട്ടേജ് ഗ്രാഫിന്റെ സ്ലോപ്പ് ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് വോൾട്ടേജ് ഗ്രാഫിലെ സ്ലോപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇനി റെസിസ്റ്റൻസിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ ടു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. കണ്ടക്ടറിന്റെ എൻഡ്സിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെയും റേഷ്യോയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഇനി ഓംസ് ലോയിൽ നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ നമ്മൾ പഠിച്ചതാണ്. അതിൽ നമുക്ക് റെസിസ്റ്റൻസ് ഇങ്ങനെ കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ, വോൾട്ടേജ് ബൈ കറണ്ട്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സിമ്പൽ ഇതാണ്, ഓം. ഇനി റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് വി ബൈ ഐ ആണ്, പൊട്ടൻഷ്യൽ ബൈ കറണ്ട്.
ഓൾറെഡി നമുക്കറിയാം പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ml² t⁻³ a⁻⁻1 ആണ്. ഡിവൈഡഡ് ബൈ വീണ്ടും I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. അപ്പോൾ വീണ്ടും a നമുക്ക് ലഭിക്കും. നമുക്കിങ്ങനെ കിട്ടും m⁻1 l² t⁻³ a⁻². ഇതാണ് റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ. ml² t⁻³ a⁻². ഇനി റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഓൾസോ ടെമ്പറേച്ചർ. ഇങ്ങനെ 4 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കണ്ടക്ടറിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ. 4 ഫാക്ടേഴ്സാണ് റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്നത്. ഇനി ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്നത്? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. കണ്ടക്ടറിൻ്റെ ലെങ്ത് റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് R proportional to L. When length of the conductor increases, resistance also increases. കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു. R proportional to L ആണ്. Then area of cross section of the conductor. Resistance is inversely proportional to area of cross section of the conductor. That is R proportional to 1/a. ഇവിടെ നോക്കുക, ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. ഏരിയ കൂടുമ്പോൾ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. When area of the conductor increases, resistance of the conductor decreases. Then third factor, temperature of the conductor. Resistance of the conductor is directly proportional to the temperature, R proportional to T. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഇനി ഇത് കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇൻ സെമി കണ്ടക്ടേഴ്സ് റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. കണ്ടക്ടേഴ്സിലാണെങ്കിൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ സെമി കണ്ടക്ടേഴ്സിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു. കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു. നാലാമത്തെ ഫാക്ടർ, മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടറിൻ്റെ നേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യാം. ഉദാഹരണത്തിന് കോപ്പർ ആൻഡ് അലുമിനിയം ആർ ലോ റെസിസ്റ്റൻസ് മെറ്റീരിയൽസ്. കോപ്പറും അലുമിനിയവും എന്താണ്, റെസിസ്റ്റൻസ് തീരെ കുറഞ്ഞ മെറ്റീരിയൽസ് ആണ്. സോ ദീസ് മെറ്റീരിയൽസ് ആർ കോമൺലി യൂസ് ടു മേക്കിംഗ് കണ്ടക്ടിങ് വയേഴ്സ്. അതുകൊണ്ട് കണ്ടക്ടിങ് വയേഴ്സ് നിർമ്മിക്കാൻ ഈ കോപ്പറും അലുമിനിയവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഓരോ വസ്തുവിൻ്റെയും റെസിസ്റ്റൻസ് വ്യത്യാസമാണ്. അയണിനുള്ള റെസിസ്റ്റൻസ് ആയിരിക്കത്തില്ല ഗോൾഡിനുള്ളത്, സിൽവറിനുള്ള റെസിസ്റ്റൻസ് ആയിരിക്കത്തില്ല കോപ്പറിനുള്ളത്. ഇങ്ങനെ മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കോപ്പർ, അലുമിനിയം. അതുകൊണ്ട് കണ്ടക്ടിങ് വയേഴ്സ് നിർമ്മിക്കാൻ സാധാരണ ഉപയോഗിക്കുന്നത് കോപ്പറും അലുമിനിയമാണ്. റെസിസ്റ്റൻസ് മെറ്റീരിയൽസിനനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പം 4 ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. മൂന്നാമത്തേത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. പിന്നെ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ചും റെസിസ്റ്റൻസിന് വ്യത്യാസം വരും. ജോർജ് സൈമൺ ഓം, ഇദ്ദേഹമാണ് 1828
കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ലോ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്ന നിയമം ആവിഷ്കരിച്ചത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണിത് ഓം നിയമം എന്ന് അറിയപ്പെടുന്നത്. താങ്ക് യു.